മലപ്പുറം KSUവിൽ കൂട്ട നടപടി. ക്യാമ്പസ് ജാഗരൺ യാത്രയിൽ പങ്കെടുക്കാത്ത 40 ജില്ലാ ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു. നടപടി നേരിട്ടവർ നൽകുന്ന വിശദീകരണം യാത്രയ്ക്ക് ശേഷം പരിശോധിക്കും. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ലഹരിക്കെതിരെയൊക്കെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്രയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇതിൽ പങ്കെടുക്കാത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്? അതെ, ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു KSUവിൻ്റെ ഈ ക്യാമ്പസ് ജാഗരൺ യാത്ര തുടങ്ങിയത്. ഇത് തുടങ്ങിയതിന് ശേഷം തന്നെ ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. അത് കണ്ണൂരുണ്ടായിരുന്നു, കാസർഗോഡും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മലപ്പുറത്തേക്ക് എത്തുമ്പോൾ അതൊരു കൂട്ട നടപടിയിലേക്ക് എത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം 66 ജില്ലാ ഭാരവാഹികളിൽ 40 പേർക്കെതിരെയും 40 പേരും അതിൽ പങ്കെടുത്തിട്ടില്ല. ഈ 40 പേർക്കെതിരെയും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. 10 ബ്ലോക്ക് പ്രസിഡന്റുമാർക്കെതിരെയും നടപടി, അവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ജില്ലാ നേതൃത്വത്തിൽ നിൽക്കുന്ന ഏകദേശം ഒരു 80% ആളുകളെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ KSUവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ യാത്ര 19-ാം തീയതി ഇതോടൊപ്പം അവസാനിക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്ത്. അതിനുശേഷമായിരിക്കും ഇവർ നൽകുന്ന ഒരു വിശദീകരണം പരിശോധിക്കുകയുള്ളൂ. ആ വിശദീകരണമാകട്ടെ ഇപ്പോൾ ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക, അല്ലെങ്കിൽ പരീക്ഷയാണെന്ന് പറഞ്ഞാൽ ഹാൾ ടിക്കറ്റ് ഹാജരാക്കുക. അത്തരത്തിൽ കർശന നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത്. ഇവരെന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ പലരും അത് അത്ര കാര്യമാക്കി എടുത്തില്ല എന്നുള്ള ഒരു മറുപടിയാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള മറുപടിയാണ് വരുന്നത്. എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിൽ യാത്ര എന്നുള്ളതാണ്. അങ്ങനെ മലപ്പുറത്ത് നടന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ നടന്ന യാത്രയിൽ പങ്കെടുത്തവർക്കെതിരെയാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. KSU അധ്യക്ഷൻ നയിക്കുന്ന യാത്രയാണ്. ആ യാത്രയിൽ പങ്കെടുക്കാത്ത ഭാരവാഹികൾക്കെതിരെയാണ് KSUവിൽ കൂട്ട നടപടി ഉണ്ടായിരിക്കുന്നത്.